Assalamu alaikum. Today we are going to discuss about the National Human Rights Commission of India. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയ ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ദ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ, നമുക്ക് കേട്ടിട്ടുണ്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ ഇന്ത്യ. അതിനെ കുറിച്ചിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ആ ബോഡിയിലുള്ള ഉൾപ്പെടുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്, അങ്ങനെ അതിൻ്റെ ഒരു സ്ട്രക്ചറും കൂടിയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് 12 ഒക്ടോബർ 1993 1993 ഒക്ടോബർ 12 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. ഓക്കെ, ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അതിലെ ബോഡീസിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്, എ ഫോർമർ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, എ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് 2 other members who have knowledge and practical experiences in matters relating to human rights. അതായത് സുപ്രീം കോടതിയിലെ ഒരു ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്, അതായത് റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഇതിലെ മെമ്പർ ആയിരിക്കണം. ഒരു കണ്ടീഷൻ അതാണ്. നെക്സ്റ്റ്, ഫോർമർ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയേർഡായ ഒരു ജഡ്ജിയും എന്തിൽ അംഗമായിരിക്കണം? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ അംഗമായിരിക്കണം. അതുപോലെ തന്നെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, അതായത് ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസും എന്തിൽ അംഗമായിരിക്കണം? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ അംഗമായിരിക്കണം. അപ്പോൾ 3 ജഡ്ജസ് വന്നു. ഓക്കെ, ആൻഡ് 2 other members who have knowledge and practical experiences in matters relating to human rights. ഇനി 2 മെമ്പേഴ്സ് എന്നാണ്, അവർക്ക് എന്ത് വേണം? who have practical knowledge and experiences in relating to the human rights. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലുള്ള നോളജ് ഉള്ള മെമ്പേഴ്സ് ആയിരിക്കണം. ഒന്നിരിക്കൽ അത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും മനുഷ്യാവകാശ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മെമ്പേഴ്സായും ഈ ഒരു വിഷയത്തിൽ ഹ്യൂമൻ റൈറ്റുമായിട്ടുള്ള വിഷയത്തിൽ ഡീപ്പ് നോളജ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കണം ഈ 2 മെമ്പേഴ്സും എന്നുള്ളത് ഒരു നിർബന്ധമാണ്. അപ്പോൾ ടോട്ടൽ എന്തുണ്ട്? 5 മെമ്പേഴ്സ് ഉണ്ട്. സുപ്രീം കോർട്ടിലെ ഫോർമർ ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഫോർമർ ജഡ്ജ്, ഹൈക്കോടതിയിലെ ഫോർമർ ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ 2 other members who have practical knowledge and experiences in human rights. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ മനസ്സിലായല്ലോ. ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ്, ഇതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സ്ട്രക്ചർ ഒരു ഇമ്പോർട്ടൻ്റ് ആട്ടോ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചിട്ട് ഷോർട്ട് എസ്സേയോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസറൊക്കെ ചോദിക്കാം, 3 മാർക്കിനൊക്കെ ആൻസറൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ വേണം, ഫങ്ഷൻസും വേണം. ഒന്നാമത്തെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദ കമ്മീഷൻ ഇൻക്വയർസ് അറ്റ് ഇറ്റ്സ് ഓൺ ഇനീഷ്യേറ്റീവ് or a petition presented to it by victim into complaint of violation of human rights. അതായത് മനുഷ്യാവകാശ കമ്മീഷന് എന്തിനുണ്ട്? സ്വമേധയാ ഒരു വ്യക്തിയുടെ മേലിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാകും, കേരളത്തിലാണെങ്കിലും അങ്ങനെ സംഘടന ഉണ്ടല്ലോ, മനുഷ്യാവകാശം. അതുപോലെ തന്നെ ഇത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വിക്ടിം, അപ്പോൾ ഒരു വിക്ടിമ് അയാളുടെ റിലേറ്റീവ് പോയിട്ട് നമ്മൾ അതിനെതിരെ കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ മെമ്പേഴ്സ് തന്നെ നേരിട്ടെത്തിയിട്ട് ഇയാളിൽ നിന്ന് വിക്ടിമിൽ നിന്ന് മൊഴിയെടുത്തിട്ടൊക്കെ കേസ് ഫയൽ ചെയ്യാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ, അത്ര വലിയൊരു ട്രാജഡിയൊക്കെ നടക്കുന്ന സമയത്ത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിറ്റ് ടു ജയിൽ ടു സ്റ്റഡി ദ കണ്ടീഷൻ ഓഫ് ഇൻമേറ്റ്സ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ജയിലിലാക്കപ്പെട്ട ഒരു
തടവുകാരൻ്റെ ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ടിയിട്ട് ഇവരെന്ത് ജയിലിൽ വിസിറ്റ് ചെയ്യാനുള്ള അവകാശവും ഇവർക്ക് ഉണ്ട്. ആർക്ക്? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ മെമ്പേഴ്സിന് ഉണ്ട്. കാരണം ജയിലിൽ അന്യായമായിട്ട് ഇവർക്ക് പീഡനങ്ങൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പീഡനങ്ങളും ശാരീരികമായിട്ടുള്ള പീഡനം, അതുപോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ, ഇങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ ആവശ്യമുള്ള ഒരു വിക്റ്റിമാണെങ്കിൽ അവർക്കതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായ ടൈമിന് അതൊക്കെ കിട്ടുന്നുണ്ടോ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ജയിലിൽ അവരെ വിസിറ്റ് ചെയ്യാനുള്ള അവകാശവും ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർടേക്കിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പം അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അതായത് ഈ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായി മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലെ ഗവേഷണങ്ങളും അതുപോലെ ആ മേഖലകളിലെ പഠനത്തിനൊക്കെ എന്ത് ചെയ്യുക, ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് അങ്ങനത്തെ പോലത്തെ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മുൻകൈ എടുക്കുന്നതും ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി എന്ത് ചെയ്യും, ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ പോലെ ആയിരിക്കില്ലല്ലേ മുന്നോട്ട് വരുമ്പോൾ ഇതിൻ്റെ എന്താണ് ഈ ഇപ്പോഴുള്ള കേസ് പോലെയുള്ള കേസിൻ്റെ സ്വഭാവങ്ങൾ മാറും, അത് വിചാരണ ചെയ്യുന്ന രീതികളിൽ മാറ്റം വരും, അങ്ങനത്തെ പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് ഈ ഒരു മേഖലയിലും എന്ത് വേണം, പുരോഗതി വേണം. സോ എന്ത് വേണം, ഈ മേഖലയിൽ റിസർച്ചും പഠനങ്ങളൊക്കെ നടക്കേണ്ട അത്യാവശ്യമാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അണ്ടർടേക്കിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ദ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ചെയർഡ് ദ ഫസ്റ്റ് കമ്മീഷൻ. അപ്പം അതും ഒരു ഇമ്പോർട്ടൻ്റ് 1 വേർഡ് ക്വസ്റ്റ്യനാണ്. പല പ്രാവശ്യം +1 എക്സാമിന് ചോദിച്ച് കണ്ട ക്വസ്റ്റ്യനാണ്. അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര, അതായത് സുപ്രീം കോടതി ഇതിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ഒരു ഫോർമർ ചീഫ് ജസ്റ്റിസാണ് രംഗനാഥ് മിശ്ര. അദ്ദേഹമായിരുന്നു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ. ഓക്കെ, ഈ 1993 ഫോം ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ആരായിരുന്നു, രംഗനാഥ് മിശ്ര. ദ കറൻറ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴത്തെ ചെയർമാൻ. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. കറൻറ്റ് ചെയർമാൻ എച്ച് എൽ ദത്തു, ഫസ്റ്റ് ചെയർമാൻ രംഗനാഥ് മിശ്ര. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ഈ ഭാഗത്തുനിന്ന്. The Act provide for interaction with activists and non-governmental organization. അതായത് ഈ ഒരു ആക്ട് ഉണ്ട്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആക്ട് എന്ത് പറയുന്നുണ്ട്, ഫോർ ഇൻ്ററാക്ഷൻ വിത്ത് ആക്ടിവിസ്റ്റ് ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അതായത് NGO എന്നുണ്ട്, അതായത് ഗവൺമെൻറ് ഇതര സംഘടനകളുണ്ട്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങളായാലും മനുഷ്യാവകാശ പ്രശ്നങ്ങളായാലും ഇതിൽ ഇടപെടുന്ന ഗവൺമെൻറ് ഇതര സംഘടനകളുണ്ട്. അതാണ് NGO എന്ന് പറഞ്ഞാൽ. അവർക്കൊക്കെ ഇതിൽ ഇൻ്ററാക്ഷൻ നടത്താനും ഒക്കെ അവസരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിൽ ഇതുപോലെ ഉണ്ടാവുന്ന പല പ്രദേശങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അതിലെ മെമ്പേഴ്സിന് അതിലേക്ക് ചിലപ്പോൾ അതിൻ്റെ ശ്രദ്ധ ഒന്നും പെട്ടെന്ന് അവർക്ക് വരില്ല. കാരണം ഇന്ത്യയിലെ ഏതെങ്കിലും കുഗ്രാമങ്ങളിലായിരിക്കും പ്രോബ്ലം ഉണ്ടാകുക. അത് പുറമേ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും NGOകളെ ആക്ടിവിസ്റ്റുകളൊക്കെ ആയിരിക്കും ആ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ പോയി ആ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അത് പുറം ലോകത്ത് എത്തിച്ചിട്ട് കമ്മീഷൻ്റെ മുന്നിലേക്ക് എത്തിക്കുക. സോ അപ്പം ഇവർക്ക് ഇടപെടാനുള്ള ഒരു എന്തും കൂടെ അവകാശവും കൂടെ ഈ ആക്ടിവിസ്റ്റുകൾക്കും അതുപോലെ തന്നെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനും ഈ ഒരു മേഖലയിൽ ഇടപെടാനുള്ള അവസരം കൂടി ആര് നൽകുന്നുണ്ട്, എന്ത് നൽകുന്നുണ്ട്, ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആക്ട്, ആ നിയമം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Okay, the National Human Rights Commission in its 1994-1995 report stated that it was happy to receive an increasing number and variety of complaints. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ 1994-95 വരെയുള്ള ഡ്യൂറേഷനിൽ
ആളുകൾ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ വ്യത്യസ്ത പ്രോബ്ലവുമായി സമീപിക്കുന്ന പ്രവണത കൂടിയിട്ടുണ്ട്. കാരണം ജനങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി ബോധേഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ മിണ്ടാതൊരു മൂലയിൽ ഇരിക്കാതെ അവരെന്ത് ചെയ്യുന്നു, സമീപിക്കാനും തങ്ങളുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ആ ഒരു ഇതിനെ പറ്റിയിട്ട് അവരെന്താണ് ബോധേഡ് ആണ് എന്നാണ് അതിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. Look at the 12 illustrative cases given in the NHRC report shown that the situation is quite depressing. In India, there are a large number of custodial deaths due to police torture, killing of innocent civilians in crossfire between the security forces and terrorists in certain parts, death due to the malnutrition, particularly in rural areas, disappearance, rapes in custody and so on. അപ്പോൾ ഇത് ഇവരുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ മുന്നിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് അവരിവിടെ എടുത്തു പറയുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് കസ്റ്റോഡിയൽ ഡെത്ത്, അതായത് പോലീസ് കസ്റ്റഡിയിലുള്ള മരണങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ നമ്മൾ റീസെൻ്റായിട്ട് കേരളത്തിൽ തന്നെ പല ഉദാഹരണങ്ങളും ഉണ്ട് ഇതുപോലെ ഇന്ത്യയുടെ ഡിഫറെൻറ്റ് ഏരിയാസിൽ ഇതുപോലെ കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ട്. അപ്പോൾ ഇവരെ ഈ കസ്റ്റോഡിയൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കീഴിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെയാണ് ഇത് സംഭവിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ കേസെടുക്കുന്നത് ഇതുപോലത്തുള്ള NGOകളും അതുപോലെ ആക്ടിവിസ്റ്റുകളും അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ സ്വമേധയാ വന്നൊരു കേസ് ഫയൽ ചെയ്തിട്ട് അതിൽ ഒരു അന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ പിന്നെ വേറെ ആരും അവിടെ എന്ത് ചെയ്യുന്നില്ല, മുതിരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ആ ഒരു അന്യായമായിട്ട് കസ്റ്റഡിയിൽ വെച്ചിട്ട് അവർ മരണപ്പെടുന്നതിനൊക്കെ ചോദ്യം ചെയ്ത് അങ്ങനത്തെ ഒരു പ്രവണത സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നർത്ഥം. ഡെത്ത് ഡ്യൂ ടു പോലീസ് ടോർച്ചർ പോലീസിൻ്റെ ഇതുപോലെ തന്നെ പ്രഹരം വീട്ടിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, പല മരണങ്ങളും സംഭവിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലൊക്കെ ഇവരെ ഇങ്ങനെ പോലീസ് മർദ്ദനം വേണ്ടിയിട്ടാണ് മരിച്ചതെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ പലതും നമ്മൾ വായിച്ചതാണ്. കില്ലിംഗ് ഓഫ് ഇന്നസെൻറ്റ് സിവിലിയൻസ് ഇൻ ക്രോസ് ഫയർ ബിറ്റ്വീൻ ദ സെക്യൂരിറ്റി ഫോഴ്സസ് ആൻഡ് ടെററിസ്റ്റ് ഇൻ സർട്ടൺ പാർട്സ്. അപ്പം നമ്മളിപ്പോൾ അടുത്ത ദിവസം തന്നെ കേട്ടതാണ്, ജമ്മുവിലൊക്കെ എന്ത് ചെയ്തു, ഇന്ത്യൻ സേനയും അതുപോലെ തന്നെ പാകിസ്ഥാൻ സേനയൊക്കെ അല്ലെങ്കിൽ ടെററിസ്റ്റുകളും തമ്മിലുള്ള ഈ ക്രോസ് ഫയർ, അവർ തമ്മിലുള്ള ക്രോസ് ഫയർ കൊണ്ട് എന്ത് ചെയ്ത് ഇന്നസെൻ്റ് ആയിട്ടുള്ള സിവിലിയന്മാരെന്ത് ചെയ്യും, കൊല്ലപ്പെടും. ആ ലൊക്കാലിറ്റിയിലുള്ള സാധാരണ ജനങ്ങളും ഇതിൻ്റെ ഇരയായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ആ കൊല്ലപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മുറിവേറ്റവർക്ക് നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഇടപെടുന്നതും ആരുടെ ഒരു ഡ്യൂട്ടിയാണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണ്. ഡെത്ത് ഡ്യൂ ടു മാൽന്യൂട്രീഷൻ, അതാണ് വേറെ ഒരു പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാരണം. അതായത് ഭക്ഷണത്തിൻ്റെ പോഷകാഹാരത്തിൻ്റെ അപര്യാപ്തത മൂലം എന്ത് ചെയ്യുന്നത്, കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഒക്കെ മരണപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. അതാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി ഇൻ റൂറൽ ഏരിയാസ്, അതായത് ഗ്രാമങ്ങളിലാണ് ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്. കേരളത്തിലൊക്കെ ഇത് വളരെ കുറവാണെന്ന് പറയാം. പക്ഷേ നമ്മുടെ മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ബീഹാർ, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ മാൽന്യൂട്രീഷൻ്റെ ഫലമായിട്ട് കുട്ടികളൊക്കെ മരിക്കുന്നതും ആ ഒരു ആരോഗ്യസ്ഥിതി മോശമായ കണ്ടീഷനിലുള്ള കുറേ ആളുകളൊക്കെ നമുക്ക് കാണാം. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ സമ്മേഷൻ ഇതേ സമയത്ത് ഇടപെട്ടിട്ട് അത് തിരുത്താനുള്ള മാർഗങ്ങളൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഗവൺമെൻറ്റിന് സമർപ്പിക്കും. ഡിസപ്പിയറൻസ്, റേപ്സ്, കസ്റ്റഡി, അതൊക്കെ അതായത് ചില കുട്ടികളെ കാണാതാകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നലെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഒരു ഡൽഹിയിൽ നിന്നുള്ളൊരു പോലീസ് കോൺസ്റ്റബിളിന് ഒരു സ്ഥാനക്കയറ്റം കിട്ടിയത്. കാരണം ഇത് നോക്കാതെ, സീനിയോറിറ്റി നോക്കാതെ പ്രൊമോഷൻ കൊടുത്തു എന്ന്. അതിന് കാരണമായിട്ട് പറയുന്നത് ഡൽഹിയിൽ നിന്നും ഈ ഡിസപ്പിയർ ആവുന്ന കുട്ടികളുണ്ടല്ലോ, കുട്ടികളുടെ ഒരു 100-ലധികം കുട്ടികളുടെ ഒരു 3 മാസത്തിനുള്ളിൽ അവരെന്ത് ചെയ്ത് തേടി പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ കണ്ടെത്തി. അതുകൊണ്ട് അവർക്ക് ഒരു റിവാർഡായിട്ട് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഈ ഒരു തലസ്ഥാന നഗരിയിൽ നിന്നാണ് ഇതുപോലെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇതിൽ മിക്കവാറും കുട്ടികൾ എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ഭിക്ഷാടന സംഘങ്ങളുടെയും അങ്ങനത്തെ പോലത്തെ പല
ആളുകളുടെ കയ്യിൽപ്പെട്ടിട്ട് കുട്ടികൾ ഇങ്ങനെ ഡിസപ്പിയർ ചെയ്ത് പോകും. അപ്പോൾ അവരൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, എന്താണ് അവരുടെ രക്ഷിതാക്കൾക്ക് തിരിച്ചേൽപ്പിക്കുക. അപ്പോൾ ഇത് ചിലപ്പോൾ പോലീസ് ഡ്യൂട്ടി അവർ ഇതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതിലപ്പുറം എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതിൻ്റെ വ്യത്യസ്ത ഏജൻസികളോട് സഹകരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസപ്പിയർ ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്താനും, കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും സ്ത്രീകളും ഒക്കെ അങ്ങനെ അവരൊക്കെ കണ്ടെത്താനുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. റേപ്സ് ഇൻ കസ്റ്റഡി ആൻഡ് സോൺ, അതായത് റേപ്പുകൾ, അങ്ങനത്തെ കുറേ കേസുകളുണ്ടല്ലോ. അപ്പോൾ ഇതിലൊക്കെ ശരിക്കും അവർക്ക് ഒരു പ്രതീക്ഷയായി വർത്തിക്കുന്നത് ആരാണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. ഇനി ഇവരുടെ വേറെ ഫംഗ്ഷൻ, ദ കമ്മീഷൻ എംഫസൈസ് ദ നീഡ് ടു റീ എഡ്യൂക്കേറ്റ് ആർമി, പോലീസ്, പാരാമിലിറ്ററി ഫോഴ്സസ് ആൻഡ് പബ്ലിക് സർവൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഈ കമ്മീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി എന്താണെന്ന് ചോദിച്ചാൽ റീ എഡ്യൂക്കേറ്റ് ദ ആർമി, അതായത് ആർമി സൈന്യത്തെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ആസാം റൈഫിൾസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ, അങ്ങനത്തെ മിലിറ്ററി ഫോഴ്സസിനെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക. ആൻഡ് പബ്ലിക് സർവൻസ്, അതായത് ഗവൺമെൻറ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഏത് കേസിൽ? ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക. എന്നാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി ഇനഫ്, അതെന്താവുന്നില്ല, പൂർണ്ണമായിട്ടും അതൊരു നമ്മൾ വിചാരിച്ച പോലെ 100% സക്സസ് ആവണമെന്നില്ല. പക്ഷേ വാട്ട് ഈസ് അർജൻ്റ്ലി റിക്വയർസ് ഇറ്റ് ദാറ്റ് ഓൾ ദ എഫേർട്ട് മസ്റ്റ് ബി ഇനീഷ്യേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആസ് വെൽ ആസ് ദ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അതായത് ഇവരെക്കാളും ഒക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധ വേണ്ടത് ആർക്കാണെന്ന് ഇവർ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്, അതുപോലെ തന്നെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ NGOകൾക്ക്, അതുപോലെ തന്നെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസ അല്ലാത്ത സ്ഥാപനങ്ങൾക്ക്, ആൻഡ് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി, ഓരോ വ്യക്തികളുണ്ടാവുമല്ലോ ഈ ആക്ടിവിസ്റ്റുകളായിട്ട് പ്രവർത്തിക്കുന്നത്, അവർക്കൊക്കെയാണ് അവയർനെസ് എമൗണ്ട്. കാരണം അവരാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് അവയർനെസ് കൊടുത്താൽ ഒന്നും കൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ബെറ്ററായിട്ട് പോകുന്നതാണ് ഇവർ പറയുന്നത്. കാരണം ഇതുപോലെ ആർമി ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഇതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സ് ആണെങ്കിൽ ഇവർ ജനങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒരു പരിധിയുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലാണെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്തിലൊക്കെ അവിടുത്തെ മെമ്പേഴ്സിനൊക്കെ നമ്മളിങ്ങനെ അവയർനെസ് കൊടുത്താൽ ജനങ്ങളിലേക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് എത്താൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകൾക്കൊക്കെ കൊടുത്താൽ, അവർക്ക് പ്രത്യേക ലൊക്കാലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ അവർക്ക് അതിൻ്റെ അവയർനെസ് കൊടുക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ അതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. നെക്സ്റ്റ്, ദ കോമൺ മാൻ ആൻഡ് വുമൺ മസ്റ്റ് ബി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ് ഓർ ഹെർ റൈറ്റ്സ് ആൻഡ് എൻഡോവർ ടു പ്രൊട്ടക്ട് ദം. ഓക്കെ, എന്താണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, സിവിലിയൻസ്, അതായത് മാൻ ആയിക്കോട്ടെ വുമൺ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യണം, ദേ മസ്റ്റ് ബി അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. നമ്മുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ബോധേഡ് ആയിരിക്കണം. വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മസ്റ്റ് ബി ഫോഴ്സ്ഫുള്ളി കണ്ടംപ്റ്റഡ് ബൈ സൊസൈറ്റി ആൻഡ് പണിഷ്ഡ് ബൈ ദ സ്റ്റേറ്റ്. അങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മളുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന പക്ഷം സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യണം, സൊസൈറ്റി തിരുത്തണം. അതുപോലെ തന്നെ അത് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്, അത് വയലേറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കപ്പെടുവാണ്. കാരണം നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇടപെടുന്നത്, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെടുമ്പോഴാണല്ലോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇടപെടുന്നത് അല്ലേ. അപ്പം നമ്മുടെ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തികൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് ബോധേഡാണ്. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോയെന്ന് എന്ത് ചെയ്യുന്നത്, മനസ്സിലാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, നമുക്കതിനെ കുറിച്ചിട്ടുള്ള പരാതികൾ കൊടുക്കാനും സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പണിഷ് ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കും.
അപ്പോൾ ഇതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ ഒരു വേർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ. എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നാണ്? മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10 അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഡിസംബർ 10. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ ആ സ്ട്രക്ചർ പഠിക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷന് പഠിക്കണം. ഫസ്റ്റ് ചെയർ ആരാണ്, അതുപോലെ തന്നെ കറണ്ട് ചെയർമാൻ ആരാണ്, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ മുന്നിൽ വരുന്ന പ്രോബ്ലംസും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം അവർ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടൊന്ന് ഒരു ബോധേഡാവണം. പിന്നെ എനിക്ക് ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ കണ്ടെത്തിയിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് നമ്മളെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് അയച്ചു തരണം. ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ലൊക്കേറ്റഡ് ഇൻ യുവർ പ്ലേസ് causes untreated chemical waste to flow into nearby river. This pollutes the entire drinking water sources of the locality. Is there any violation of your fundamental rights? If there is any violation, what are the remedies? പറഞ്ഞ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അതായത് ഒരു മരുന്നുണ്ടാക്കുന്ന കമ്പനി നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുന്നുണ്ട്, അവരെന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ കെമിക്കൽ വേസ്റ്റ്, ആ കമ്പനിയിൽ നിന്നുള്ള വേസ്റ്റ് ഒരു നിയർ ബൈ റിവറിലേക്കാണ് ഒഴുക്കി വിടുന്നത്, അടുത്തുള്ള ഒരു പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത് നിങ്ങൾ അടുത്തുള്ള. സോ എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് പൊല്യൂട്ട് ദ എൻറ്റയർ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സസ് ഓഫ് ദ ലൊക്കാലിറ്റി. അതുകൊണ്ട് ആ ഒരു പൊല്യൂഷൻ കൊണ്ട് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ ഡ്രിങ്കിങ് സോഴ്സസും, അതായത് നമ്മൾ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന എല്ലാ സോഴ്സസും എന്തായിട്ടുണ്ട്, മലിനമാക്കപ്പെട്ടു. സോ ഇതിൽ ഈ ഒരു പ്രശ്നത്തിൽ ഈസ് ദർ എനി വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇതിൽ നിങ്ങളുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ ഹനിക്കുന്നുണ്ടോ, ഈ പ്രോബ്ലത്തിൽ നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ, ഇഫ് ദർ ഈസ് എനി വയലേഷൻ ഉണ്ടെങ്കിൽ വാട്ട് ആർ ദ റെമഡീസ്, എന്തൊക്കെ റെമഡീസാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതിനെതിരെ ഓരോ പ്രശ്നത്തിനെതിരെ എന്താണ് സമീപിക്കേണ്ടതെന്ന് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ധാരണ കിട്ടി. സോ ഫ്രം ദിസ് സിറ്റുവേഷൻ യു ക്യാൻ റൈറ്റ്സ് യുവർ ഓൺ ആൻസർ അല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള നേരെ അങ്ങോട്ട് പകർത്തിയ ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ നമുക്കറിയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സോ എന്ത് ചെയ്യുക, നിങ്ങളത് അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു തരിക. ഓക്കെ.